ഹായ് ഗൈസ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡ്യൂക്ക് 250 Gen 3 ആണ്. Gen 3 250 ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഹെഡ്ലൈറ്റാണ് ഫസ്റ്റ് എടുത്ത് പറയണ്ടോ. നല്ല ഒരു അടിപൊളി ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഷോക്കപ്സ് WP അപ്സൈഡ് ഡൗൺ ഫോക്കായുണ്ട്. റൈഡ് ബൈ വയർ ടെക്നോളജി 390 250ലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ TFT ഡിസ്പ്ലേ ആണ് ഇപ്പോൾ വരുന്നത് 250ലും 390 പോലെ തന്നെ. ഒരു കുറേ മോഡ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് സൂപ്പർ മോട്ടോ മോഡ്, ഹാൻഡിൽ മോഡിൽ കൺട്രോൾസ് വെച്ചിട്ട് ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ TFT ഡിസ്പ്ലേയിലും വന്നിട്ട് റൈഡ് മോഡ്സും ABSൻ്റെ മോഡ്സും ഒക്കെ മാറ്റിയിടാം. അതേപോലെ തന്നെ ടൈൽ ലൈറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഡിസൈനിലാണ് ടൈൽ ലൈറ്റ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി സൂപ്പർ ഡ്യൂക്കിൻ്റെ മോഡൽ സസ്പെൻഷനാണ്. അത് 390 250ലും ഇപ്പം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പണ്ട് സസ്പെൻഷനൊക്കെ ഉള്ളിൽ കൺസീൽഡാണ്, പെട്ടെന്ന് കണ്ടോടുന്നില്ല. ഇപ്പോൾ കാണാനുള്ള ഒരു സ്പോർട്ടി ലുക്കിലേക്ക് ഇത് കൊണ്ടുണ്ട് സൂപ്പർ ഡ്യൂക്കിൻ്റെ ഒക്കെ പോലെ. പിന്നെ അതുപോലെ എക്സോസ്റ്റും പണ്ടർബെല്ലിക്ക് തിരിച്ചായിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷനോ പോലെ സെക്കൻഡ് ജനറേഷൻ ഇപ്പോൾ എക്സോസ്റ്റ് പുറത്തേക്ക് വന്നു തുടങ്ങുമല്ലോ. ഈ പണ്ടർബെല്ലി എക്സോസ്റ്റാണ് വരുന്നത്. എഞ്ചിൻ സൈഡ് പറയുക അവരുടെ പുതിയ ലേറ്റസ്റ്റ് LC4C ടൈപ്പ് എഞ്ചിനാണ് വരുന്നത്. 9250 RPMൽ 31 bhp പവറും 7250 RPMൽ 25 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ എഞ്ചിൻ. ജസ്റ്റ് നോക്കാന്ന് വെച്ചാൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡ്യുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട് ബോഷിൻ്റെ. അതിൽ സൂപ്പർ മോട്ടോ മോഡും വരുന്നുണ്ട്. ട്രാൻസ്മിഷൻ വരുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വിത്ത് കിക്ക് ഷിഫ്റ്ററാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി റൈഡൊക്കെ സ്മൂത്തായിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട്. 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ, അതിനെപ്പറ്റിയാണ് കൂടുതൽ പറയാനുള്ളത്. ഈ TFT ഡിസ്പ്ലേയിൽ നമുക്ക് വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും കാണാം. ബാറ്ററി, സ്പീഡ്, ട്രിപ്പ് 1, ടെമ്പറേച്ചർ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, RPM മീറ്റർ, ഗിയർ ഇൻഡിക്കേറ്റർ, പിന്നെ വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് റൈഡിങ് മോഡ്സ് മാറ്റിയിടാം. റൈഡ് മോഡ്സ് എടുക്കുമ്പോൾ സ്ട്രീറ്റും ട്രാക്കും വരുന്നുണ്ട്. പിന്നെ ABS മോഡ്സ് ആകുമ്പോൾ റോഡും സൂപ്പർ മോട്ടോ മോഡും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവർ TFT ഡിസ്പ്ലേയുടെ അറ്റൻഷൻ ടു ഡീറ്റെയിലാണ് പറയേണ്ടത്. ഫുൾ ശരിക്കുക വണ്ടി അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈവൻ വണ്ടിയുടെ ഡിസ്ക് പോലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാര്യം. കണ്ടോ, E20 കംപ്ലൈൻറ്റ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് 15 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. പ്രീവിയസ് ജനറേഷൻ അപേക്ഷിച്ച് വെയിറ്റ് കുറയാണ് ചെയ്തത്. പ്രീവിയസ് ജനറേഷനിൽ 170 kg ആണെന്നെങ്കിൽ ഇപ്പോൾ 162 kg ഉള്ള വെയിറ്റ്. സീറ്റ് ഹൈറ്റ് പറയാന്ന് വെച്ചാൽ Gen 2ൽ 830 mm ആയിരുന്നെങ്കിൽ ഇപ്പോൾ വന്നപ്പോൾ Gen 3ൽ 800 mm ഉള്ളൂ. കുറയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 175 cm ഉള്ള ഒരാളാണ്. എനിക്ക് കയറിയിരിക്കുമ്പോൾ 2 ഫുട്ടും കറക്റ്റ് ഫ്ലാറ്റ് ഫുട്ടായിട്ട് കുത്താൻ പറ്റുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം.